الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഫിലിസിയയുടെ ഈ അസുലഭ നിമിഷത്തിൽ അറബി മലയാള സാഹിത്യം സമുദായത്തിന്റെ സാക്ഷരതാ വിപ്ലവം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം നവോത്ഥാനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അറബി മലയാളം എന്നത്. അറബി മലയാളം കേവലം ഒരു ഭാഷാരൂപം മാത്രമല്ല, അത് മുസ്ലിം സമുദായത്തിന്റെ സാക്ഷരതയ്ക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ വിപ്ലവാത്മകമായ കഴിവുകൾക്ക് വേണ്ടി അറബി മലയാളം ഒരുപാട് സംഭാവനകൾ മുസ്ലിം സമുദായത്തിനേക്ക് അറബി മലയാളം നൽകിയിട്ടുണ്ട്. അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും കൈമാറ്റം എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ അറബി മലയാള ഭാഷ സാധിക്കുമെന്നത് തീർച്ചയാണ്. അച്ചടി വിദ്യ വ്യാപകമല്ലാതിരുന്ന ഒരു കാലത്ത്, സാധാരണക്കാർക്ക് അറിവ് പകർന്നു നൽകാൻ ഈ അറബി മലയാളം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. മറിച്ച് പാട്ടുകളും വാമൊഴികളുമായി നിരവധി സംഭാവനകൾ ഈ അറബി മലയാളത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. നിരവധി കിസ്സപ്പാട്ടുകളും നിരവധി മാപ്പിളപ്പാട്ടുകളും നിരവധി കിസ്സകൾ അറബി മലയാളത്തിൽ സംഭാവന നൽകിയിട്ടുണ്ട്. എന്താണ് അറബി മലയാളം? അറബി മലയാളം ഉപയോഗിച്ച് എഴുതുന്ന മലയാള രീതിയിൽ എഴുതുന്ന ഒരു രീതിയാണ് അറബി മലയാളം എന്നത്. ഇത് കേവലം അറബി ഭാഷയല്ല, മറിച്ച് മലയാളം തന്നെയാണ്. മലബാറിന്റെ കടലോരങ്ങളിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അറബ് കേരള സൈന്യത്തിന്റെ സാംസ്കാരികമായ ഒരു വിപ്ലവത്തിന്റെ പേരാണ് അറബി മലയാളം. കേവലം സാഹിത്യശാഖ എന്നതിലുപരി കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയതിൽ ഏറ്റവും വലിയ വികാസം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ ഒന്നാണ് അറബി മലയാള സാഹിത്യ രൂപം എന്നത്. ഏകദേശം 16-ാം നൂറ്റാണ്ടോടുകൂടി രൂപം കൊണ്ട അറബി മലയാളം പിന്നീട് ഈ സാഹിത്യം അതിൻ്റെ അതിരുകളെ ഭേദിച്ച് ജീവിതത്തിന്റെ വിവിധ താളുകളിലേക്ക് വ്യാപിച്ചു. നാടോടിപ്പാട്ടുകൾ, വിവാഹപ്പാട്ടുകൾ, കാർഷിക വിഷയങ്ങൾ, ചികിത്സാരീതികൾ, ചരിത്ര സംഭവങ്ങൾ, നോവലുകൾ, കവിതകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഷയത്തെ അറബി ഭാഷ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അറബി മലയാള സാഹിത്യം ഒരു വലിയ ജനവിഭാഗത്തിന്റെ തന്നെ സംഭാവനയാണെന്നതാണ്. പള്ളിക്കൂടങ്ങൾ, മതപഠനശാലകൾ ഈ ഭാഷാരീതി സാധാരണക്കാർക്കിടയിൽ വ്യാപകമായി നിലകൊണ്ടിരുന്നു. അച്ചടിശാലകൾ വന്നതോടെ പുസ്തകങ്ങളും പത്രങ്ങളുടെയും പ്രസിദ്ധീകരണം ഈ അറബി മലയാളത്തിലും വളർന്നു വന്നു എന്നതാണ് വാസ്തവം. ഇതിനുദാഹരണമാണ് ഖാദി മുഹമ്മദ് എന്ന നിരവധി സാമൂഹിക പ്രവർത്തകർ. നിരവധി പാട്ടുകളിലൂടെയും നിരവധി സാഹിത്യ സംഭാവനകളിലൂടെയും അറബി മലയാളത്തെ ഉത്ഭവിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്, കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതൊരു സമുദായത്തിന്റെ സാക്ഷരതാ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ മടുദോഹരണമാണ് ഓർമ്മപ്പെടുത്തുകയാണ്. അറബി മലയാളം കേരളത്തിലെ പത്രപ്രവർത്തനത്തിന് ആണ് ആദ്യമായി തുടക്കമിടുന്നത്. അതിനുദാഹരണമാണ് കേരളത്തിലെ നിരവധി പത്രങ്ങൾ. ചന്ദ്രിക, അൽ ഇസ്ലാഹ് തുടങ്ങിയവ അതിനുദാഹരണങ്ങളാണ്. വിദ്യാഭ്യാസ സാക്ഷരത കുറഞ്ഞൊരു സമൂഹത്തിനെ
ഉന്നതിയിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ അറബി മലയാള ഭാഷയ്ക്ക് സാധിച്ചു എന്നത് തന്നെ വലിയ വിപ്ലവകരമായ ഒരു സമുദായത്തിന്റെ സാക്ഷരതയാണ്. അറബി മലയാളം ഒരു പ്രത്യേക സാഹിത്യ ശാഖയായി വളർന്നിരുന്നു. പടപ്പാട്ടുകള്, കിസ്സപ്പാട്ടുകള്, കല്യാണപ്പാട്ടുകള്, അതുപോലെ പ്രസിദ്ധമായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിയുദ്ദീൻ മാലയും ഇതിനുദാഹരണമാണ്. കേവലം ചുരുക്കത്തിൽ അറബി മലയാള സാഹിത്യം ഒരു സമുദായത്തിന്റെ തന്നെ സാക്ഷരതയുടെ മാനവികതയുടെ പ്രതീകമാണ് എന്നോർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.